നമസ്കാരം. ഹെഡ് ആൻഡ് ക്യാൻസർ സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല രോഗികളോടും വായിലെ ക്യാൻസറിന്റെ ചികിത്സയെക്കുറിച്ചോ അല്ലെങ്കിൽ ഓപ്പറേഷനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്, അതായത് അവരുടെ മുഖത്തിന്റെ ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, അങ്ങനെ വരുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് അത് ഒരു കൺസേൺ കൂടുതലും വരുന്നത് ഒരു താടിയിലിന്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് മോണയിലോ അല്ലെങ്കിൽ താടിയിലോ അല്ലെങ്കിൽ കവിളിലോ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടെങ്കിൽ അവരുടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് താടിയെല്ലിന്റെ ഒരു കഷ്ണം എടുത്തു മാറ്റേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന് ഇതാണ് താടിയെല്ലിന്റെ ഒരു മോഡൽ. ആ ഒരു താടിയെല്ല് എന്ന് പറഞ്ഞാൽ ഒരു യു ഷേപ്പിലുള്ള അസ്ഥിയാണ്. ആ അസ്ഥിയുടെ ഒരു കഷ്ണം ചിലപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ക്യാൻസറിന്റെ കൂടെ എടുത്തു മാറ്റേണ്ടി വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുഖത്തിന്റെ ആകൃതിയിൽ നല്ല വ്യത്യാസം വരും. കാരണം താടിയെല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ഷേപ്പിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് താടിയെല്ല്. അപ്പോൾ അത് എടുത്തു മാറ്റിയാൽ തീർച്ചയായിട്ടും ഷേപ്പിൽ വ്യത്യാസം വരും. അതെങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. താടിയെല്ലിന്റെ ഈ യു ഷേപ്പിലുള്ള അസ്ഥി റീകൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളത് ഒരു ചാലഞ്ച് തന്നെയാണ്. കാരണം ഈ ഒരു ഷേപ്പിലുള്ള അസ്ഥിയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ താടിയിലെ ഷേപ്പ് മാത്രം റീകൺസ്ട്രക്ട് ചെയ്താൽ പോരാ. നമ്മൾ താടിയിലെ ഷേപ്പും അതിൻ്റെ കൂടെ തന്നെ ഈ പല്ലിന്റെ അലൈൻമെന്റും കൂടെ അതിൻ്റെ കൂടെ എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം താടിയിലെ ഷേപ്പ് കറക്റ്റായി, പക്ഷേ പല്ലുകൾ നമ്മൾ കൂട്ടിമുട്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ രോഗിക്ക് ചവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താടിയെല്ലിന്റെ റീകൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ റീകൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ നിന്നുള്ള അസ്ഥിയാണ്. കാലിന് നമ്മുടെ മുട്ടിന് താഴെ 2 അസ്ഥികളുണ്ട്. അതിൽ ഒരു ചെറിയ അസ്ഥിയുണ്ട്, ഒരു വലിയ അസ്ഥിയുണ്ട്. അതിൽ ഫിബുല എന്ന് പറയുന്ന ചെറിയ അസ്ഥി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ താടിയെല്ല് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇതാണ് ഒരു റീകൺസ്ട്രക്ട് ചെയ്ത ഒരു മാൻഡിബിളിന്റെ മോഡൽ. അതായത് കാലത്തെ അസ്ഥി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് അസ്ഥിയും താടിയിൽ എന്ന് പറഞ്ഞാൽ വളഞ്ഞ അസ്ഥിയുമാണ്. അപ്പോൾ ഈ കാലത്തെ അസ്ഥി നേരിട്ട് അവിടെ കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാലിൽ നിന്ന് അസ്ഥി എടുത്ത് അത് താടിയലിന്റെ ഷേപ്പിൽ കോണ്ടൂർ ചെയ്യണം. അത് നമ്മൾ യൂഷ്വലി നമ്മൾ ഇവിടെ MVR ചെയ്യുമ്പോൾ നമ്മൾ ഒരു 3D പ്രിന്റിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. 3D പ്രിന്റിംഗ് ഉപയോഗിച്ച് ഈ മോഡലിൽ കട്ട് ചെയ്ത് അതിനെ ഈ താടിയിലെ ഷേപ്പിലോട്ടാക്കി ഈ കാലത്തെ അസ്ഥി താടിയിലെ അസ്ഥിയുമായിട്ട് യോജിപ്പിക്കും. സ്പ്രൈറ്റ് സ്ക്രൂ വെച്ച് യോജിപ്പിച്ച് രോഗിയുടെ താടിയിലെ ഷേപ്പിലോട്ട് ഏകദേശം നമ്മൾ ആ ഒരു ഷേപ്പിലോട്ട് എത്തിക്കാൻ പറ്റും. ഏറെക്കുറെ ആ ഷേപ്പിൽ തന്നെ കിട്ടാറുണ്ട്. പല്ലിന്റെ അലൈൻമെന്റും അതിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റാറുണ്ട്. അപ്പം താടിയിൽ മുറിച്ചു കളഞ്ഞെന്ന് വെച്ച് മുഖത്തിന് ഷേപ്പ് പോവും എന്നുള്ള രീതിയിലുള്ള ഒരു പേടി വേണ്ട. ഈശ്വരൻ തന്ന അതേ ലെവലിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല. എന്നാലും ഏറെക്കുറെ ഷേപ്പിൽ വ്യത്യാസം വരാത്ത രീതിയിൽ താടിയെല്ല് മുറിച്ചു മാറ്റിയാൽ കൂടി നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാൻഡിബിൾ അല്ലെങ്കിൽ താടിയെല്ല് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. മുഖത്തിന്റെ ഷേപ്പ് മാറും എന്നുള്ള ഭയം വേണ്ട. താങ്ക് യു.